പ്രവാചകന്റെ വിടവാങ്ങൽ പ്രഭാഷണം. ഹിജ്റ വർഷം 10 നബി തിരുമേനി ഹജ്ജ് കർമ്മം നിർവഹിച്ചു. കൂടെ ലക്ഷത്തിലേറെ അനുയായികളും ഉണ്ടായിരുന്നു. പ്രവാചക ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജായിരുന്നു അത്. അറഫ മലയിലെ ഉർന താഴ്വരയിൽ വെച്ച് നബി തിരുമേനി വിശ്വാസികളുടെ മഹാസാഗരത്തെ അഭിമുഖീകരിച്ച് സംസാരിച്ചു. ഖസ്വ എന്ന തൻ്റെ ഒട്ടകപ്പുറത്തിരുന്ന് നടത്തിയ ചരിത്രപ്രസിദ്ധമായ പ്രഭാഷണം ജനം കേൾക്കാനായി റാബിയത്ത് ബിൻ ഉമയ്യ അത്യുച്ചത്തിൽ ആവർത്തിക്കുകയായിരുന്നു. വിടവാങ്ങൽ പ്രസംഗം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ അറഫ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു: ജനങ്ങളെ, എൻ്റെ വാക്കുകൾ ശ്രദ്ധാപൂർവം കേൾക്കുക. ഇനിയൊരിക്കൽ കൂടി ഇവിടെ വെച്ച് നിങ്ങളുമായി സന്ധിക്കാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. ജനങ്ങളെ, നിങ്ങളുടെ രക്തവും ധനവും അന്ത്യനാൾ വരെ പവിത്രമാണ്. ഈ മാസവും ഈ ദിവസവും പവിത്രമായ പോലെ. തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ നാഥനുമായി കണ്ടുമുട്ടും. അപ്പോൾ അവൻ നിങ്ങളുടെ കർമ്മങ്ങളെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കും. ഈ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തരികയെന്ന ചുമതല ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു. അല്ലാഹുവേ, നീ ഇതിന് സാക്ഷി. വല്ലവരുടെയും വശം വല്ല അമാനത്തുമുണ്ടെങ്കിൽ അത് അതിൻ്റെ അവകാശികളെ തിരിച്ചേൽപ്പിച്ചു കൊള്ളട്ടെ. എല്ലാ പലിശ ഇടപാടുകളും ഇന്നു മുതൽ നാം ദുർബലപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ മൂലധനത്തിൽ നിങ്ങൾക്ക് അവകാശമുണ്ട്. അതിനാൽ നിങ്ങൾക്കൊട്ടും നഷ്ടം പറ്റുന്നില്ല. പലിശ പാടില്ലെന്ന് അള്ളാഹു വിധിച്ചു കഴിഞ്ഞു. ആദ്യമായി എൻ്റെ പിതൃവ്യൻ അബ്ബാസിന് കിട്ടാനുള്ള പലിശ ഇതാ ഞാൻ റദ്ദ് ചെയ്യുന്നു. അനിസ്ലാമിക കാലത്തെ എല്ലാ കുടിപ്പകയും ഇന്നത്തോട് ദുർബലപ്പെടുത്തിയിരിക്കുന്നു. അനിസ്ലാമിക കാലത്തെ എല്ലാവിധ കുലമഹിമകളും പദവികളും ഇതോടെ അസാധുവാക്കിയിരിക്കുന്നു. ജനങ്ങളെ, നിങ്ങൾക്ക് സ്ത്രീകളോട് ചില ബാധ്യതകളുണ്ട്. അവർക്ക് നിങ്ങളോട്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ നിങ്ങളുടെ വിരിപ്പ് സ്പർശിക്കാൻ അവരനുവദിക്കരുത്. വ്യക്തമായ നീചവൃത്തികൾ ചെയ്യുകയുമരുത്. സ്ത്രീകളോട് നിങ്ങൾ ദയാപുരസ്സരം പെരുമാറുക. അവർ നിങ്ങളുടെ ആശ്രിതരും പങ്കാളികളുമാണ്. അള്ളാഹുവിൻ്റെ അമാനത്തായാണ് നിങ്ങളവരെ വിവാഹം ചെയ്തത്. ജനങ്ങളെ, വിശ്വാസികൾ പരസ്പരം സഹോദരങ്ങളാണ്. തൻ്റെ സഹോദരൻ മനസ്സംതൃപ്തിയോടെ തരുന്നതല്ലാതെ ആർക്കും ഒന്നും അനുവദനീയമല്ല. അതിനാൽ നിങ്ങൾ അന്യോന്യം ഹിംസകളിൽ ഏർപ്പെടാതിരിക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾ സത്യനിഷേധികളാകും. ജനങ്ങളെ, എൻ്റെ വാക്കുകൾ ശ്രദ്ധാപൂർവം കേൾക്കുക. വളരെ വ്യക്തമായ കാര്യം ഇവിടെ വിട്ടേച്ചാണ് ഞാൻ പോകുന്നത്. അള്ളാഹുവിൻ്റെ ഗ്രന്ഥവും അവൻ്റെ ദൂതൻ്റെ ചര്യയുമാണത്. ജനങ്ങളെ, നിങ്ങളുടെ ദൈവം ഏകനാണ്. നിങ്ങളെല്ലാം ഒരേ പിതാവിൻ്റെ മക്കളാണ്. നിങ്ങളെല്ലാം ആദമിൽ നിന്നുള്ളവരാണ്, ആദമോ മണ്ണിൽ നിന്നും. അതിനാൽ അറബിക്ക് അനറബിയേക്കാളോ അനറബിക്ക് അറബിയേക്കാളോ ഒട്ടും ശ്രേഷ്ഠതയില്ല, ദൈവഭക്തിയുടെ അടിസ്ഥാനത്തിലല്ലാതെ. അള്ളാഹുവെ, ഞാൻ ഈ സന്ദേശം എത്തിച്ചു കൊടുത്തില്ലേ? അള്ളാഹുവെ, നീ ഇതിന് സാക്ഷി. അറിയുക, ഈ സന്ദേശം കിട്ടിയവർ അത് കിട്ടാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ.